ഒരു മഹാത്മാവുണ്ടായിരുന്നു. ക്ഷമയിൽ ജീവിച്ച ഒരു പുണ്യാത്മാവ്. ഇദ്ദേഹത്തിൻ്റെ അരികിലേക്ക് വരുന്ന ആളുകളോട് ഇദ്ദേഹം പറയുമായിരുന്നു, അപമാനത്തിലൂടെ കടന്നു പോകുന്നവരാണ് പ്രകൃതിക്ക് പ്രിയപ്പെട്ടവർ. അവർക്ക് പ്രകൃതിയുടെ ശക്തിയാണ് ലഭിക്കുന്നത്. പ്രകൃതിയുടെ ശക്തി ലഭിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള ശക്തി, എന്തിനേയും നേരിടാനുള്ള ആ ഒരു ശക്തി. ഒരു ദിവസം ഈ മഹാത്മാവിനെ പരീക്ഷിക്കാനായിട്ട്, അദ്ദേഹത്തിൻ്റെ ക്ഷമയെ പരീക്ഷിക്കാനായിട്ട് ഒരു യോദ്ധാവ് വന്നു. വളരെ മോശമായ, ക്രൂരമായ, കോപപ്പെട്ട വാക്കുകൾ ഇദ്ദേഹത്തോട് പറഞ്ഞു. മഹാത്മാവ് പുഞ്ചിരിയോടെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഈ സമയത്ത് യോദ്ധാവ് മഹാത്മാവിനോട് ചോദിച്ചു, ഇത്രയും മോശമായ, കോപപ്പെട്ട വാക്കുകൾ അങ്ങയോട് പറഞ്ഞപ്പോൾ അങ്ങ് എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? മഹാത്മാവ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഒരു മധുര പലഹാരം ഒരാൾ നൽകുന്നു. നിങ്ങളത് സ്വീകരിച്ചില്ലെങ്കിൽ അത് ആരുടെ കയ്യിലായിരിക്കുമെന്ന് ചോദിച്ചു. യോദ്ധാവ് പറഞ്ഞു, എനിക്ക് നൽകിയ ആളുടെ കയ്യിലാണോ? അപ്പം മഹാത്മാവ് ചോദിച്ചു, നിങ്ങൾ പറഞ്ഞ മോശമായ, കോപപ്പെട്ട വാക്കുകൾ ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ അതാരുടെ കയ്യിലായിരിക്കും? യോദ്ധാവ് പറഞ്ഞു, അത് എൻ്റെ കയ്യിലായിരിക്കും. അപമാനിക്കപ്പെടുമ്പോൾ, സ്വീകരിക്കുമ്പോഴാണ് വേദന അനുഭവിക്കുന്നത്. സ്വീകരിക്കാതിരിക്കുമ്പോൾ ശാന്തരായിട്ട് ഇരിക്കാൻ സാധിക്കും. സ്വീകരിക്കാനും സ്വീകരിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഇനി നമ്മൾ സ്വീകരിക്കാതിരിക്കുമ്പോൾ വേദനിച്ചു കഴിഞ്ഞാൽ ദിവസങ്ങളോളം അത് മനസ്സിൽ ഉണ്ട്. ഇനി ആ വേദന ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരോട് നമ്മൾ പറയുമ്പോഴും നമ്മൾ വേദനിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വേദന നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മളെ തന്നെ കൂടുതലായിട്ട് അപമാനിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ അപമാനം എന്ന് പറഞ്ഞാൽ അത് കുറച്ച് വാക്കുകളാണ്, അത് നൈമിഷികമാണ്, അത് കാറ്റിനെ പോലെയാണ്, വരുന്നു പോകുന്നു. പക്ഷെ അതിനെ പിടിച്ചു വയ്ക്കുമ്പോൾ അത് ഭാരമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ആകാശത്തിൽ മേഘങ്ങളുണ്ട്. ഈ മേഘങ്ങൾ ആകാശത്തെ സ്പർശിക്കുന്നില്ല. ഈ മേഘങ്ങൾ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നില്ല. അത് വന്നു പോകുന്നവയാണ്. ആകാശത്തെ പോലെ നിലകൊള്ളാൻ കഴിഞ്ഞാൽ ശാന്തരായിട്ടിരിക്കാൻ നമുക്ക് സാധിക്കും. ആകാശത്തെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മൗനത്തിലാവുക, പ്രതികരിക്കാതെ ഇരിക്കുക. പ്രതികരിക്കുന്നതിൽ വേദനയുണ്ട്, മൗനത്തിലാവുന്ന സമയത്ത് ശാന്തതയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പാർക്കുന്ന ഇടത്ത് അപമാനത്തിലൂടെ കടന്നുപോയി ശക്തനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഇപ്പോൾ ജീവിത സാഹചര്യങ്ങളിൽ അതിലൂടെ കടന്നു പോയപ്പോൾ, വേദനപ്പെട്ടപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് മനസ്സ് തുറന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എത്രയോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ആ കടന്നു പോകലിലാണ് എനിക്കതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത്. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത്, തലേ ദിവസം കുറച്ച് ചെറുപ്പക്കാർക്ക് കാശ് കൊടുത്തിട്ട് ആൾക്കൂട്ടം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹം നിൽക്കുമ്പോൾ ഇവർ വന്ന് വഴക്ക് പറയും. അപ്പം അതിനെ അയാൾ അതിജീവിച്ചത്
ആ സമയത്ത് അവർ വഴക്ക് പറയുന്ന സമയത്ത് അയാളിലുണ്ടാകുന്ന അസ്വസ്ഥതയെ ആഴത്തിൽ നിരീക്ഷിച്ചിട്ടാണ് അതിനെ അദ്ദേഹം അതിജീവിച്ചത്. അത് അദ്ദേഹം പറഞ്ഞ സമയത്ത് ഒരു വലുതായിട്ടുള്ളൊരു അറിവായിട്ട് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞു, നിന്നെ ആളുകൾ അപമാനിക്കുന്നുണ്ടെങ്കിൽ അത് നിൻ്റെ ഭാഗ്യമായിട്ട് നീ കരുതണം. ഞാൻ കാശ് കൊടുത്തിട്ടാണ് അതിലൂടെ കടന്നുപോയത്, അതിനെ അതിജീവിച്ചത്. നിനക്ക് കാശ് കൊടുക്കാതെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നിൻ്റെ മുന്നിൽ വരുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് നമ്മെ ശക്തനാക്കാനാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കാതെ അവിടെ മൗനത്തിലാവുക, ആകാശത്തെപ്പോലെ ആവുക, പ്രകൃതിയെപ്പോലെ ആവുക. ആ ഒരു ശക്തിയിൽ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിക്കും. അങ്ങനെ അതിന് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ